നമസ്കാരം, ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈനിംഗിന്റെ പ്രൗഢി ഗായത്രി ഡിസൈൻസ്. Ladies wear, gents wear and kids wear in all categories. Gayatri Designs Wedding Center, Kattapana, Thodupuzha. ചെറുതോണിയിൽ പെരിയാറിന് കുറുകെയുള്ള പുതിയ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയും മുഖ്യമന്ത്രി പിണറായി വിജയനും വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചു. 24 കോടി മുതൽ മുടക്കി നിർമ്മിക്കുന്ന പാലം ഭാവിയിലെ ഏത് പ്രളയത്തെയും അതിജീവിക്കുന്നത്. 18 മാസത്തിനുള്ളിൽ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകും. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 2391 അടി പിന്നിട്ടതോടെ ആദ്യ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ജലനിരപ്പ് 2398.85 അടിയിലെത്തിയാൽ അണക്കെട്ട് തുറക്കും. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 5 നിയോജക മണ്ഡലങ്ങളിലും സത്യാഗ്രഹ സമരം നടന്നു. സ്വർണ്ണ കള്ളക്കടത്തുകാർക്ക് വേണ്ടി നിയമ ഭേദഗതി വരുത്തുന്ന പിണറായി സർക്കാർ കർഷകരെ സഹായിക്കുന്നതിനായി ഒന്നും ചെയ്യുന്നില്ലെന്ന മുൻ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ. കോവിഡ് നിയന്ത്രണങ്ങൾ കാറ്റിൽ പറത്തി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിലാളികളെ കൂട്ടത്തോടെ അനധികൃതമായി കേരളത്തിലേക്ക് എത്തിക്കുന്ന സംഘങ്ങൾ സജീവം. ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ടൂറിസ്റ്റ് ബസ്സുകളിൽ കൊണ്ടുവരുന്നത് പ്രതിദിനം 100 കണക്കിന് തൊഴിലാളികളെ. വിശദമായ വാർത്തകളിലേക്ക്. ചെറുതോണിയിൽ പെരിയാറിന് കുറുകെ പുതിയ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയും മുഖ്യമന്ത്രി പിണറായി വിജയനും വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചു. 24 കോടി മുതൽ മുടക്കി നിർമ്മിക്കുന്ന പാലം ഭാവിയിലെ ഏത് പ്രളയത്തെയും അതിജീവിക്കാൻ കഴിയുന്നതാണ്. 18 മാസത്തിനുള്ളിൽ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകും. ഇടുക്കി മെഡിക്കൽ കോളേജിന് പിന്നാലെ ഇടുക്കി നിവാസികളുടെ മറ്റൊരു ചിരകാല അഭിലാഷം കൂടി സാക്ഷാത്കരിക്കപ്പെടുന്നു. ചെറുതോണിയിൽ പെരിയാറിന് കുറുകെ പുതിയ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി, മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെയും മുഖ്യ സാന്നിധ്യത്തിൽ വീഡിയോ കോൺഫറൻസിലൂടെ ശിലാഫലകം അനാവരണം ചെയ്ത് നിർവഹിച്ചു. കേരളത്തിന്റെ ദേശീയപാത വികസനത്തിൽ അതീവ താൽപര്യത്തോടെ മുമ്പോട്ട് പോകുന്ന സംസ്ഥാന സർക്കാരിനെ കേന്ദ്രമന്ത്രി പ്രശംസിച്ചു. പാതകൾക്കായി ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രയാസം നേരിടുന്ന സംസ്ഥാനമാണ് കേരളം. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരനും നടത്തിയ ആത്മാർത്ഥമായ ശ്രമങ്ങളുടെ ഫലമായി ഇക്കാര്യത്തിൽ വിജയം കണ്ടു. മുഖ്യമന്ത്രി പലതവണ തന്നെ വന്നു കണ്ട കാര്യം കേന്ദ്രമന്ത്രി അനുസ്മരിച്ചു. But I am very much thankful to Honorable Chief Minister that his kind cooperation. We have already find out lot of way outs from the problems, and now we are proceeding further. Regarding the value capture, already the Kerala government has taken a decision. It's really a pleasure for me. I giving my special thanks to Honorable Chief Minister for taking this decision by which we can reduce the cost. And one thing which I always recognize about the Chief Minister and his government, when he taken a charge, particularly in the land acquisition by special initiative, he resolved the issue, and I am very much thankful for him for resolving the issue. The last request to you regarding the problem related with the land acquisition, forest environment clearance, regarding the cost of land acquisition, we will sit together and we will find out the way out. Regarding the problem related on a state level, my request is already your performance is very good as compared with the previous government. Your own initiative and positive approach is really helpful, and because of that we are now starting all this project because of your cooperation from your side and from the government side. I am again giving my all thanks. ദേശീയപാത വിഭാഗം ഡയറക്ടർ ജനറൽ IK പാണ്ഡെ ആമുഖ പ്രഭാഷണം നടത്തി. കേന്ദ്ര ഉപരിതല വകുപ്പ് മന്ത്രിയായി നിതിൻ ഗഡ്കരി അല്ലായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ ദേശീയപാത വികസനം യാഥാർത്ഥ്യമാകുമോ എന്ന് സംശയിക്കേണ്ടി വന്നേനെയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. who has always been conservative to our state. The total project cost of developing NH 66 in the state by upgrading it to 4.6 line is approximately ₹45,000 crores. 24 കോടി രൂപ മുതൽ മുടക്കി നിർമ്മിക്കുന്ന പാലം ഭാവിയിലെ ഏത് പ്രളയത്തെയും അതിജീവിക്കാൻ കഴിയുന്നതാണ്. 18 മാസത്തിനുള്ളിൽ പാലം നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. കേന്ദ്ര ഉപരിതല വകുപ്പ് സഹമന്ത്രി
റിട്ടയർഡ് ജനറൽ VK സിംഗ്, വിദേശകാര്യ സഹമന്ത്രി V മുരളീധരൻ, സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G സുധാകരൻ, മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, AK ശശീന്ദ്രൻ, ഡീൻ കുര്യാക്കോസ് MP, റോഷി അഗസ്റ്റിൻ MLA, ജില്ലാ കളക്ടർ H ദിനേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 2391 അടി പിന്നിട്ടതോടെ ആദ്യ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ജലനിരപ്പ് 2398.85 അടിയിലെത്തിയാൽ അണക്കെട്ട് തുറക്കും. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 2391 അടി പിന്നിട്ടു. ഇത് ആകെ സംഭരണശേഷിയുടെ 86%. സമീപകാലത്തൊന്നും തുലാമഴയ്ക്ക് മുമ്പ് ഇടുക്കിയിൽ ഇത്രയും വെള്ളം സംഭരിച്ചിട്ടില്ല. കേന്ദ്ര ജല കമ്മീഷൻ ഇടുക്കി അണക്കെട്ടിൽ തിട്ടപ്പെടുത്തിയിരിക്കുന്ന റൂൾ കർവ് ലെവൽ 2398.85 അടിയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജലനിരപ്പ് 2390.85 അടിയായതോടെ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചു. 2396.85 അടിയിൽ ജലനിരപ്പ് എത്തുമ്പോൾ ഓറഞ്ച് അലർട്ടും 2397.85 അടിയിലെത്തുമ്പോൾ റെഡ് അലർട്ടും പ്രഖ്യാപിക്കും. 1868 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം ഇപ്പോൾ ഇടുക്കി അണക്കെട്ടിലുണ്ട്. ജലനിരപ്പ് നിയന്ത്രിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായി മൂലമറ്റം പവർ ഹൌസിൽ നിന്നുള്ള വൈദ്യുത ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തുലാമഴ കൂടി ലഭിക്കുന്നതോടെ ഇടുക്കി അണക്കെട്ട് തുറക്കേണ്ടി വരുമെന്നാണ് വൈദ്യുതി വകുപ്പിന്റെ കണക്കുകൂട്ടൽ. ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചവരെക്കാൾ കൂടുതൽ ആളുകൾ രോഗമുക്തി നേടി. 79 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചപ്പോൾ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 129 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സംസ്ഥാനത്ത് 8764 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് 8764 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. മലപ്പുറം, എറണാകുളം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ പ്രതിദിന രോഗബാധിതരുടെ എണ്ണം 1000 കടന്നു. കൊല്ലത്ത് 907 പേർക്കും തിരുവനന്തപുരത്ത് 777 പേർക്കും പാലക്കാട് 606 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ആലപ്പുഴ 488, കോട്ടയം 476, കണ്ണൂർ 370, കാസർഗോഡ് 323, പത്തനംതിട്ട 244, വയനാട് 110 എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 36 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 85 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. 8039 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 528 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7723 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 95407 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 2,07,357 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. ഇടുക്കി ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചവരെക്കാൾ കൂടുതൽ ആളുകൾ രോഗമുക്തി നേടി. 79 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചപ്പോൾ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 129 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇടുക്കി ജില്ലയിൽ നിലവിൽ 1523 പേരാണ് രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നത്. സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക് വേണ്ടി നിയമ ഭേദഗതി വരുത്തുന്ന പിണറായി സർക്കാർ കർഷകരെ സഹായിക്കുന്നതിനായി ഒന്നും ചെയ്യുന്നില്ലെന്ന മുൻ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ നടത്തിയ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2020 ഓഗസ്റ്റ് 25-നാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ചെറുതോണിയിൽ റിലേ സമരം ആരംഭിച്ചത്. 1964-ലെയും 1993-ലെയും ഭൂപതിവ് നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണമെന്നും 2019 ഡിസംബർ 17-ലെ സർവകക്ഷി യോഗ തീരുമാനങ്ങൾ നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം തുടരുന്നത്. സമരം 50 ദിവസം പിന്നിട്ടതോടെയാണ് ജില്ലയിലെ 6 കേന്ദ്രങ്ങളിൽ രാവിലെ 10 മണി മുതൽ 4 മണി വരെ പാർട്ടി നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം നടത്തിയത്. കട്ടപ്പനയിൽ നടന്ന സമരം മുൻ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രിസഭയിലെ മന്ത്രിമാർ, മന്ത്രിപുത്രന്മാർ ഒക്കെ അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുകയാണ്. നമ്മുടെ സംസ്ഥാനം ഇന്നുവരെ കാണാത്ത തരത്തിലുള്ള അഴിമതിയുടെ ആ ആഴങ്ങളിലേക്ക് വീണിരിക്കുന്ന ഗവൺമെന്റിന് അഴിമതിക്കാരെ സഹായിക്കാൻ സമയമുണ്ട്. പാവപ്പെട്ട കർഷകന് വേണ്ടി ഈ നിയമം ഒന്ന് ഭേദഗതി ചെയ്യാൻ, ഈ ചട്ടം ഒന്ന് ഭേദഗതി ചെയ്യാൻ എന്തുകൊണ്ട് സമയം കണ്ടെത്താൻ കഴിയുന്നില്ല? അതുകൊണ്ട് ഭരിക്കുന്ന ഭരണകൂടം ഇനിയെങ്കിലും ഈ കാപഠ്യം അവസാനിപ്പിച്ച് ഈ സമരം അവസാനിപ്പിക്കാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാനും മുന്നോട്ട് വരണം. പാർട്ടിയുടെ ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് തോമസ് പെരുമനയുടെ നേതൃത്വത്തിലാണ് മിനി സ്റ്റേഡിയത്തിൽ സത്യാഗ്രഹം അനുഷ്ഠിച്ചത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ ജനറൽ സെക്രട്ടറി ഫിലിപ്പ് ജി മലയാറ്റ്, മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് ജോയി കുടക്കച്ചിറ, സാജു പട്ടരിമഠം, PT ഡൊമിനിക്, രാജൻ കുമ്പഴ, റോബിൻ വട്ടക്കാന, തങ്കച്ചൻ വാലുമേൽ തുടങ്ങിയവർ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തു. നഗരസഭാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, KPCC സെക്രട്ടറി തോമസ് രാജൻ തുടങ്ങിയവർ സംസാരിച്ചു.
ജീവിക്കാനുള്ള ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നടത്തിവരുന്ന സമരം ലക്ഷ്യം നേടുന്നതുവരെ തുടരുമെന്ന പാർട്ടി സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗവും മുൻ MLA-യുമായ ജോസഫ് M. പുതുശ്ശേരി പറഞ്ഞു. ഭൂപതിവ് നിയമ ഭേദഗതി ആവശ്യപ്പെട്ട ഓഗസ്റ്റ് 25 മുതൽ ചെറുതോണിയിൽ നടന്നുവരുന്ന റിലീസ് സത്യാഗ്രഹത്തിന്റെ 50ാം ദിവസത്തെ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂപതിവ് നിയമങ്ങൾ നടപ്പിലാക്കുകയോ ഭേദഗതികൾ വരുത്തുകയോ ചെയ്യണമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടും നിയമ ഭേദഗതി വരുത്താതെ ഒളിച്ചു കളിക്കുന്നത് എന്തിനാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും മുൻ MLA ജോസഫ് M. പുതുശ്ശേരി അഭ്യർത്ഥിച്ചു. ഇടുക്കിക്ക് മാത്രമായി നിയമം നടപ്പിലാക്കാൻ സർക്കാർ സുപ്രീം കോടതിയിൽ പോകാൻ നടത്തുന്ന നീക്കങ്ങൾ ആർക്കുവേണ്ടിയാണെന്ന് മനസ്സിലാകുന്നില്ല. സുപ്രീം കോടതിയിൽ പോയാൽ പ്രശ്നപരിഹാരത്തിന് കാലതാമസമുണ്ടാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, ജനങ്ങളുടെ സ്വൈര ജീവിതം അത് ഉറപ്പാക്കാനാണ് ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിന്റെ ഭരണഘടന ഉത്തരവാദിത്വം നൽകുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റ് ഒരു നിമിഷം പോലും വൈകാതെ ഈ ഭൂപതിവ് ചട്ടത്തിൽ മാറ്റം വരുത്താനുള്ള ആർജവം പ്രകടിപ്പിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. എന്താണ് ഇക്കാര്യത്തിൽ ആലോചിക്കാനിരിക്കുക? കേരള ഹൈക്കോടതിയുടെ 2 വിധി പ്രസ്താവനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട്, ചട്ടം ഭേദഗതി ചെയ്തുകൊണ്ട് നടപടികളുമായി മുന്നോട്ട് പോകാൻ കേരളത്തിലെ ഗവൺമെന്റ് കഴിയുമെന്നിരിക്കെ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഒളിച്ചു കളിക്കുന്നത് എന്നാണ് നമുക്ക് ആർക്കും മനസ്സിലാവാത്തത്. ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ M. J. ജേക്കബ്, ജില്ലാ സെക്രട്ടറി VA ഉലഹന്നാൻ, നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോയി കൊച്ചുകരോട്ട, കർഷക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വർഗീസ് വെട്ടിയാങ്കൽ എന്നിവർ സത്യാഗ്രഹം അനുഷ്ഠിച്ചു. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ, KPCC എക്സിക്യൂട്ടീവ് അംഗം AP ഉസ്മാൻ, DCC സെക്രട്ടറിമാരായ സേനാപതി വേണു, MT അർജുനൻ, പഞ്ചായത്ത് മെമ്പർ KM ജലാലുദ്ദീൻ, യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി തോമസ്, നേതാക്കളായ ടോമി തൈലമനാൽ, ബെന്നി പുതുപ്പാടി, KR സജീവ് കുമാർ എന്നിവർ സംസാരിച്ചു. സമാപന യോഗം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം നോബിൾ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കോവിഡ് നിയന്ത്രണങ്ങൾ കാറ്റിൽ പറത്തി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിലാളികളെ കൂട്ടത്തോടെ അനധികൃതമായി കേരളത്തിലേക്ക് എത്തിക്കുന്ന സംഘങ്ങൾ സജീവം. ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതിദിനം 100 കണക്കിന് തൊഴിലാളികളെയാണ് ടൂറിസ്റ്റ് ബസ്സുകളിൽ കമ്മീഷൻ വ്യവസ്ഥയിൽ കൊണ്ടുവരുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുടെ പക്കൽ ആധാർ കാർഡോ തൊഴിൽ കാർഡോ മറ്റ് തിരിച്ചറിയൽ രേഖകളോ ഇല്ല. ഒരാൾക്ക് 6500 മുതൽ 10,000 രൂപ വരെയാണ് ഇടനിലക്കാർ കമ്മീഷനായി തോട്ടമുടമകളിൽ നിന്ന് കൈപ്പറ്റുന്നത്. ഈ തുക തൊഴിലാളികളുടെ വേതനത്തിൽ നിന്ന് ഗഡുക്കളായി പിന്നീട് തൊഴിലാളികളെ എത്തിക്കുമ്പോൾ ഇക്കാര്യം അതാത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെയോ ആരോഗ്യ വകുപ്പിനെയോ അറിയിക്കണമെന്ന നിയമവും ഇടനിലക്കാർ പാലിക്കാറില്ല. അനധികൃതമായി കടത്തിക്കൊണ്ടുവരുന്ന തൊഴിലാളികൾക്കിടയിൽ കോവിഡ് ബാധിതർ ഉണ്ടോ എന്ന് പോലും വ്യക്തമല്ല. രേഖയായി ആകെയുള്ളത് തൊഴിലാളികളുടെ പേരെഴുതിയ പേപ്പർ മാത്രമാണ്. പക്ഷേ ഏറ്റവും അപകടപ്പെടുത്തുന്ന തിരുവനന്തപുരം, എറണാകുളം പോലുള്ള ജില്ലയെ പോലെ തന്നെ കൊറോണ അതിഭീകരമായ ഇടിയിൽ വർദ്ധിക്കാനുള്ളൊരു സാഹചര്യം ഇപ്പോൾ രൂപപ്പെട്ടു വരികയാണ്. അത് ഗവൺമെൻറ് അടിയന്തരമായി ശ്രദ്ധിക്കണം. അന്യ സംസ്ഥാനത്തു നിന്ന് ധാരാളം തൊഴിലാളികളെ ഏലത്തോട്ടങ്ങളിലും തേയിലത്തോട്ടങ്ങളിലും കൊണ്ടുവരുന്നുണ്ട്. അന്തർ സംസ്ഥാന സർവീസ് ലൈസൻസുള്ള വണ്ടികളിലാണ്, ടൂറിസ്റ്റ് വണ്ടികളിലാണ് കൊണ്ടുവരുന്നത്. 25 തൊഴിലാളികളെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പാസ്സാണെങ്കിലും അതിനകത്ത് 38-40 പേരെയാണ് കുത്തി നിറച്ചുകൊണ്ട് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരോഗ്യവകുപ്പ് യാതൊരു പരിശോധന നടത്തുന്നില്ല. അവർ ക്വാറന്റൈനിൽ കിടക്കേണ്ട കാര്യമില്ല. എത്ര പേര് വരുന്നു എന്ന് ആർക്കും അറിയുന്നില്ല. അവരിവിടെ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത പോലീസ് ജില്ലാ ഭരണകൂടം അറിയണം, പഞ്ചായത്ത് അറിയണം, നഗരസഭ അറിയണം, ആരോഗ്യ വകുപ്പ് അറിയണം. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നിയമമുള്ളത്. പക്ഷെ ഇതൊന്നും പാലിക്കാതെ ആയിരക്കണക്കിന് ആളുകളെ ഏലം തേയിലത്തോട്ടങ്ങളിൽ തൊഴിലുടമകൾ കൊണ്ടുവരുന്നുണ്ട്. ജാർഖണ്ഡിൽ നിന്ന് 50ഓളം തൊഴിലാളികളുമായി ടൂറിസ്റ്റ് ബസ് മിക്ക ദിവസങ്ങളിലും കട്ടപ്പനയിലെത്താറുണ്ട്. ഇക്കാര്യം മാധ്യമപ്രവർത്തകർ അറിയിച്ചതനുസരിച്ച് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. എന്നാൽ ആധാർ കാർഡ് പോലും തൊഴിലാളികളുടെ കൈവശമില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ കണ്ടെത്തി. ബസ്സുകളിൽ വരുന്നവർ മാസ്ക് ധരിക്കുകയോ സാമൂഹിക അകലം പാലിക്കുകയോ ചെയ്യുന്നില്ല. കട്ടപ്പനയിലെത്തിയ തൊഴിലാളികളെ തോട്ടമുടമകൾ അവരവരുടെ വാഹനങ്ങളിൽ കൊണ്ടുപോവുകയാണ്. ഇവരെ കോവിഡ് നിരീക്ഷണത്തിലാക്കാനും പലരും തയ്യാറാകുന്നില്ല. തോട്ടങ്ങളിൽ എത്തുന്ന ദിവസം മുതൽ തൊഴിലാളികൾ ജോലിക്കിറങ്ങും. സംസ്ഥാനത്ത് കോവിഡ് രോഗം അതിവേഗം വ്യാപിക്കുമ്പോഴാണ് നിരവധി ചെക്ക് പോസ്റ്റുകൾ കടന്ന് ഇത്തരത്തിൽ അനധികൃതമായി തൊഴിലാളികൾ എത്തുന്നത്. ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെട്ടില്ലെങ്കിൽ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ള ജില്ലയായി
ഇടുക്കി മാറുന്നതിനുള്ള സാധ്യത വിദൂരമല്ല. പാലായിൽ ജോസ് കെ മാണി മത്സരിച്ചാൽ തോൽപ്പിച്ചിരിക്കുമെന്ന PJ ജോസഫ്. പാലായിൽ പാർട്ടി മത്സരിക്കണോ എന്ന എതിർ സ്ഥാനാർത്ഥിയെ നോക്കി തീരുമാനിക്കും. തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന്റെ സീറ്റുകൾ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. കേരള കോൺഗ്രസിന്റെ സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കില്ലെന്നാണ് കരുതുന്നതെന്നും PJ ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു. ഒരു കാരണവശാലും അങ്ങനെ ചിന്തിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരും ഇല്ല. ഒരു സീറ്റ് അവർ പിടിച്ചെടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അവിടുത്തെ ചിത്രം ആരാണ് അപ്പുറത്തെ സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞതിന് ശേഷമേ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വണ്ടിപ്പെരിയാർ സത്രത്തിൽ അനധികൃതമായി സ്വകാര്യ വ്യക്തി കയ്യേറിയ 25 ഏക്കർ സ്ഥലം റവന്യൂ അധികൃതർ തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഇടുക്കി ജില്ലാ കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് നടപടി. മഞ്ചുമല വില്ലേജിൽ ഉൾപ്പെട്ട സർവേ നമ്പർ 182-ലുള്ള 25 ഏക്കർ സ്ഥലമാണ് സ്വകാര്യ വ്യക്തി കയ്യേറി കൃഷി നടത്തിയതായി കണ്ടെത്തിയത്. ഇതേ തുടർന്ന് മഞ്ചുമല വില്ലേജ് ഓഫീസർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ സ്ഥലം തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ തുടങ്ങാൻ നിർദ്ദേശിച്ചു. ഇതിൻ പ്രകാരമാണ് പീരുമേട് തഹസിൽദാർ ജാഫർ ഖാന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തുകയും റവന്യൂ ഭൂമിയിൽ ഉൾപ്പെട്ട സ്ഥലത്തെ കൃഷികൾ വെട്ടിക്കളയുകയും 1.5 ഏക്കർ സ്ഥലം തിരിച്ചുപിടിക്കുകയും ചെയ്തത്. ഘട്ടം ഘട്ടമായി കയ്യേറിയ മുഴുവൻ ഭൂമിയും തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് റവന്യൂ അധികൃതർ. ഭൂമി കയ്യേറിയ വ്യക്തിക്ക് 1.5 ഏക്കർ സ്ഥലത്തിന് മാത്രമാണ് പട്ടയമുള്ളത്. ബാക്കിയുള്ള 25 ഏക്കറോളം സ്ഥലം റവന്യൂ ഭൂമി കയ്യേറി ഏലം കൃഷി നടത്തുകയായിരുന്നു. സത്രം മേഖലയിൽ വ്യാപകമായി കയ്യേറ്റം നടക്കുന്നതായും റവന്യൂ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കയ്യേറിയ മുഴുവൻ സ്ഥലവും തിരിച്ചുപിടിച്ച് റവന്യൂ വകുപ്പ് സർക്കാർ ബോർഡ് സ്ഥാപിക്കും. പീരുമേട് തഹസിൽദാർക്കൊപ്പം ഡെപ്യൂട്ടി തഹസിൽദാർ അനിൽകുമാർ, മഞ്ചുമല വില്ലേജ് ഓഫീസർ ബിനീഷ് കെ, പോലീസ് സബ് ഇൻസ്പെക്ടർ മാത്യു PM, ASI ജേക്കബ് എന്നിവരും ഒഴിപ്പിക്കൽ സംഘത്തിലുണ്ടായിരുന്നു. അനധികൃതമായി ഭൂമി കയ്യേറിയ വ്യക്തിക്കെതിരെ ഭൂസംരക്ഷണ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. ഉടുമ്പൻചോല എക്സൈസ് സർക്കിൾ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സംസ്ഥാനത്തെ വിവിധ എക്സൈസ് ഓഫീസുകളുടെ ഉദ്ഘാടനം ഓൺലൈനായാണ് മുഖ്യമന്ത്രി നിർവഹിച്ചത്. നെടുങ്കണ്ടം കോടതിക്ക് സമീപം പ്രവർത്തിക്കുന്ന എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ 2ാം നിലയിലാണ് എക്സൈസ് സർക്കിൾ ഓഫീസ് ഒരുക്കിയിരിക്കുന്നത്. മുൻപ് പഴയ താലൂക്ക് ഓഫീസ് കെട്ടിടത്തിനോട് ചേർന്നായിരുന്നു സർക്കിൾ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. പുതിയ എക്സൈസ് കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. മറ്റ് അനധികൃത വസ്തുക്കൾ ഇവയുടെയെല്ലാം ഉപയോഗത്തിനും ഉപയോഗത്തിനുമെതിരെ കർശനമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. ഇക്കാര്യത്തിൽ ഫലപ്രദമായ നടപടിയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുണ്ടാകുന്നത്. പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് എൻഫോഴ്സ്മെന്റ് ശക്തിപ്പെടുത്താൻ എക്സൈസ് റേഞ്ച് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടം പൂർണ്ണമായും ആധുനിക രീതിയിൽ നവീകരിച്ചു. പാർക്കിംഗ് സൗകര്യം, കുഴൽക്കിണർ എന്നിവയും അനുബന്ധമായി ഒരുക്കിയിട്ടുണ്ട്. 73 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. നെടുങ്കണ്ടം എക്സൈസ് സർക്കിൾ ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തങ്കമണി റേഞ്ച് ഓഫീസിന്റെയും സംസ്ഥാനത്തെ വിവിധ മേഖലകളിലുള്ള എക്സൈസ് ഓഫീസുകളുടെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. എക്സൈസ് വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രി EP ജയരാജൻ ഓൺലൈനിലൂടെ യോഗത്തിൽ പങ്കെടുത്തു. നെടുങ്കണ്ടത്ത് ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S ജ്ഞാനസുന്ദരം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റജി പനച്ചിക്കൽ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമന്ദിരം ശശികുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം KN തങ്കപ്പൻ, എക്സൈസ് മധ്യമേഖല ജോയിന്റ് കമ്മീഷണർ K സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. 13 ഗ്രാമപഞ്ചായത്തുകളും 17 വില്ലേജുകളും നെടുങ്കണ്ടത്ത് പ്രവർത്തിക്കുന്ന ഉടുമ്പൻചോല എക്സൈസ് സർക്കിൾ ഓഫീസിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു. തങ്കമണി എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസ് വഴിയാണ് ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഉടുമ്പൻചോലയിലുള്ള എക്സൈസ് സർക്കിൾ ഓഫീസ് ഇതിനെല്ലാം പുതിയ കെട്ടിടങ്ങൾ ആവുകയാണ്. ആ പ്രവർത്തനങ്ങൾ ശക്തവും കാര്യക്ഷമമാക്കുന്നതിന് സർക്കാർ സ്വീകരിച്ചു വരുന്ന നടപടികളുടെ തുടർച്ച എന്ന നിലയിലാണ് വാടക കെട്ടിടങ്ങളിൽ നിന്ന് ഈ ഓഫീസുകൾ സ്വന്തം കെട്ടിടങ്ങളിലേക്ക് മാറുന്നു. തങ്കമണിയിൽ കാമാക്ഷി പഞ്ചായത്ത് വക കെട്ടിടത്തിൽ 2007 മുതൽ പരിമിതമായ സൗകര്യങ്ങളോടെയാണ് തങ്കമണി എക്സൈസ് റേഞ്ച് ഓഫീസ് പ്രവർത്തിച്ചു വന്നിരുന്നത്.
കാമാക്ഷി പഞ്ചായത്ത് നൽകിയ 15 സെന്റ് സ്ഥലത്ത് 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റേഞ്ച് ഓഫീസിന്റെ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇതിന്റെ ഉദ്ഘാടനമാണ് ഓൺലൈൻ വഴി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്. 6 പഞ്ചായത്തും 6 വില്ലേജുകളും റേഞ്ച് ഓഫീസിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു. സംസ്ഥാനത്ത് എൻഫോഴ്സ്മെന്റും ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിന്റെ തുടർച്ചയായി എല്ലാ ഓഫീസുകൾക്കും ആധുനിക സംവിധാനങ്ങളോടെ സ്വന്തം ഓഫീസ് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതി നടപ്പാക്കി വരുന്നതിന്റെ ഭാഗമായാണ് തങ്കമണിയിലെ ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന യോഗത്തിൽ എക്സൈസ് വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റജി മുക്കാട്ട് ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. കായിക വകുപ്പ് മന്ത്രി EP ജയരാജൻ, ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി E ചന്ദ്രശേഖരൻ, ആരോഗ്യ വകുപ്പ് മന്ത്രി KK ശൈലജ, ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ തുടങ്ങിയവർ ഓൺലൈൻ വഴിയും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റജി മുക്കാട്ട്, കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയി തോമസ് കാട്ടുപാലം, വൈസ് പ്രസിഡന്റ് ഷൈനി മാവേലിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ST അഗസ്റ്റിൻ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ അംഗം റോമിയോ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ നേരിട്ടും യോഗത്തിൽ പങ്കെടുത്തു. തോപ്രാംകുടിയിൽ ATM കൗണ്ടറിൽ മോഷണ ശ്രമം. സെൻട്രൽ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ഫെഡറൽ ബാങ്ക് ATM കൗണ്ടർ തകർക്കാനാണ് ശ്രമം നടന്നത്. വാഹനം ഉപയോഗിച്ച് മെഷീൻ തകർക്കാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം കേട്ട് ആളുകൾ എത്തിയതോടെ മോഷ്ടാക്കൾ കടന്നു കളഞ്ഞു. ഇന്ന് പുലർച്ചെ 2:15 ശേഷമാണ് തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിന് സമീപം പ്രവർത്തിക്കുന്ന ഫെഡറൽ ബാങ്ക് ATMൽ മോഷണ ശ്രമം നടന്നത്. ATM കൗണ്ടറിന്റെ ഗ്ലാസ് തകർത്ത ATM മെഷീൻ വാഹനം ഉപയോഗിച്ച് കെട്ടിവലിച്ച് പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും ശ്രമം പരാജയപ്പെട്ടു. ഈ സമയം സമീപത്തുണ്ടായിരുന്ന സഹകരണ ബാങ്ക് ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും ഗ്ലാസ് തകരുന്ന ശബ്ദം കേട്ട പുറത്തേക്ക് എത്തിയപ്പോഴേക്കും മോഷ്ടാക്കൾ വാഹനവുമായി കടന്നു കളഞ്ഞു. മാരുതി സ്വിഫ്റ്റ് ഡിസയർ കാറിലാണ് മോഷ്ടാക്കൾ എത്തിയതെന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം. പിന്നെ വെളുപ്പിന് ഒരു 2:15 ശേഷമാണ് പെട്ടെന്ന് പുറത്തുനിന്നൊരു സൗണ്ട് കേട്ടത്. ഞങ്ങളുടെ ബാങ്കിന്റെ ഒരു പ്രോജക്റ്റുമായിട്ട് സംബന്ധിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഗ്ലാസ് പൊട്ടുന്നൊരു സൗണ്ട് കേട്ടാണ് ഓടിച്ചത്. ചെന്നപ്പോൾ പെട്ടെന്ന് ഒരാൾ ഒരു വൈറ്റ് സ്വിഫ്റ്റ് ഡിസയർ, ഓൾഡ് മോഡൽ ഒരു ഡിസയർ കാറാണ്. അപ്പോൾ അതിലേക്ക് പെട്ടെന്ന് ചങ്ങല എന്ന ക്ലാമ്പ് എന്ന സാധനമുണ്ട്. അപ്പോൾ അതിൽ പെട്ടെന്ന് അതിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ അകത്തായിട്ട് ഇടിക്കുന്ന ആക്രമിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഓടിച്ചെന്നപ്പോഴത്തേക്ക് ഇവർ പെട്ടെന്ന് വണ്ടി പെട്ടെന്ന് റിവേഴ്സ് എടുത്തു. പെട്ടെന്ന് തന്നെ ഒരു വണ്ടി കയറി പോയി. 2 പേര് അല്ലെ 3 പേര് വണ്ടിയിലുണ്ടായിരുന്നു. ബാങ്ക് ജീവനക്കാർ അറിയിച്ചതനുസരിച്ച് മുരിക്കാശ്ശേരി പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു. തുടർന്ന് രാവിലെ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. മുരിക്കാശ്ശേരി CI സജിൻ ലൂയിസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ കർഷക നിയമം കാർഷിക രംഗത്ത് വൻ കുതിപ്പുണ്ടാക്കുമെന്ന് കർഷക മോർച്ച ഇടുക്കി ജില്ലാ കമ്മിറ്റി. കർഷകരുടെ വരുമാനം ഇരട്ടിയിലധികമാകും. പ്രതിപക്ഷ ആരോപണങ്ങൾ കർഷകരെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്നും കർഷക മോർച്ച ഇടുക്കി ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കർഷക ചൂഷണത്തിന് അറുതി വരുത്താൻ കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ പ്രൊഡ്യൂസിംഗ് മാർക്കറ്റിംഗ് കമ്പനികൾ താലൂക്കുകൾ തോറും രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയതായി കർഷക മോർച്ച ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏലം കർഷകരെ ഏറെ സഹായിക്കുന്ന പദ്ധതിയാണിത്. ജില്ലയിലെ എല്ലാ താലൂക്കുകൾ തോറും APMCകൾ രൂപീകരിക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് പുതിയ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. കർഷക ചൂഷണത്തിന് അറുതി വരുത്താൻ ഇത് സഹായകരമാകും. വൻകിട കൃഷിക്കാരും ലേല ഏജൻസികളും ചേർന്ന് ചെറുകിട കർഷകരെ കൊള്ളയടിക്കുന്നതിന് അറുതി വരുത്താൻ APMCകൾ രൂപീകരിക്കുന്നതോടെ സാധിക്കും. 1000 കർഷകർക്ക് വരെ ഇതിൽ അംഗങ്ങളാകാം. നിലവിലുള്ള കർഷക കൂട്ടായ്മകൾ നിയന്ത്രിക്കുന്നത് വൻകിട കൃഷിക്കാരും വ്യാപാരികളും ലേല ഏജൻസികളും ചേർന്നാണെന്നും കർഷക മോർച്ച ഭാരവാഹികൾ ആരോപിച്ചു. അസോസിയേഷൻ ഗ്രോവേഴ്സ് യൂണിയൻ 2 കൃഷിക്കാരുടെ സംഘടനയുണ്ട്, വൻകിട കൃഷിക്കാരുടെ സംഘടനയുണ്ട്. ഇവരിൽ അംഗങ്ങളായ ആളുകൾ തന്നെയാണ് ഈ 13 ഓപ്ഷൻ സെന്റർ നടത്തുന്നത്. ഇവരാണ് ഏലത്തിന്റെ വില നിശ്ചയിക്കുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നില്ല ഡൽഹിയിലും ബോംബെയിലും ഇരിക്കുന്നവരല്ല. നമ്മളിപ്പോ കട്ടപ്പനയിലും രാജക്കാടും നെടുങ്കണ്ടത്തും ഒക്കെ ഓപ്ഷൻ സെന്ററിന് പോലെ തന്നെ ഈ APMC രൂപീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ബിസിനസ് ചെയ്യാം. നമ്മുടെ ഏലം ലോകത്തെവിടെ എത്തിക്കാം. ഏലത്തിന്റെ മൂല്യവർദ്ധിത വസ്തുക്കൾ ഉണ്ടാക്കാം. അതിന് കൃഷിക്കാരന്റെ സഹായമുണ്ട്. ആള് കൂടിയ മതി. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ 2 കാർഷക സംഘടനകളുണ്ട്, അസോസിയേഷനിലെ യൂണിയനുകളിൽ നിന്ന് ആളുകൾ അതിനെ ബഹിഷ്കരിച്ച് യഥാർത്ഥ കൃഷിക്കാർ രംഗത്ത് വരണം. BJP കോൺഗ്രസ് എന്ന കമ്മ്യൂണിസ്റ്റൊന്നുമില്ല. എല്ലാം കൃഷിക്കാരെ ഒന്നിച്ചുണ്ടാക്കി ഒന്നിച്ചുകൂടി ഇത്തരം കർഷക സംഘടനകളെ രൂപീകരിക്കണം. അങ്ങനെ രൂപീകരിച്ചാൽ APMC വഴി മൂല്യവർദ്ധിത വസ്തുക്കൾ ഉണ്ടാക്കാൻ, അതുവഴി കൃഷിക്കാരുടെ ലാഭം വരുമാനം ഇരട്ടിയാക്കി മാറ്റാൻ വേണ്ടി കഴിയും. ഇടനിലക്കാരുടെ ഇടപെടൽ മൂലം പലപ്പോഴും കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് യഥാർത്ഥ വില കിട്ടില്ല. ഏലത്തിന്റെ കാര്യത്തിലാണ് ഇത് കൂടുതലും. ഉത്തരേന്ത്യൻ വ്യാപാരികളും ലേല ഏജൻസികളും ചേർന്ന് നടത്തുന്ന കള്ളക്കളി മൂലം ഏലത്തിന് യഥാർത്ഥ വില കിട്ടുന്നില്ല. മാർക്കറ്റ് നിയന്ത്രിക്കുന്നത് അവരായതിനാൽ ഉൽപാദനം കൂടുമ്പോൾ വിലയിടിക്കുന്ന പ്രവണത പതിവാണ്. പുതിയ APMCകൾ നിലവിൽ വരുന്നതോടെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ രാജ്യത്തിനകത്ത് എവിടെ വേണമെങ്കിലും വിൽക്കാം. ഇതിന് കർഷകരെ സഹായിക്കാൻ
പ്രത്യേക ട്രെയിൻ സർവീസുകൾ പോലും ആരംഭിക്കും. കിസാൻ സമ്മാൻ പദ്ധതിയിലൂടെ കേരളത്തിലെ 36 ലക്ഷം ചെറുകിട കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ ഇടത്തട്ടുകാരില്ലാതെ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ടെത്തിക്കുന്നുണ്ട്. കർഷക ആത്മഹത്യകൾ രാജ്യത്ത് കുറഞ്ഞു വരുന്നു. കേന്ദ്ര സർക്കാരിന്റെ പുതിയ കാർഷിക നിയമം രാജ്യത്തെ കാർഷിക മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴി തുറക്കുമെന്നും കർഷക മോർച്ച ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ശ്രീനഗരി രാജൻ, KN പ്രകാശ്, MM മോഹൻദാസ്, തങ്കച്ചൻ പുരിയിടം എന്നിവർ പങ്കെടുത്തു. കിടപ്പ് രോഗികൾക്ക് സ്വാതന്ത്ര്യമായി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള പാലിയേറ്റീവ് കെയർ വാഹനങ്ങൾ കൈമാറി. വാഹനങ്ങളുടെ താക്കോൽദാനം ഡീൻ കുര്യാക്കോസ് എംപി നിർവഹിച്ചു. പായിപ്ര കുടുംബാരോഗ്യ കേന്ദ്രം, ആയവന പ്രാഥമികാരോഗ്യ കേന്ദ്രം, കോട്ടപ്പടി കുടുംബാരോഗ്യ കേന്ദ്രം, നീരിമംഗലം സാമൂഹിക ആരോഗ്യ കേന്ദ്രം, പുന്നേക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രം, കോതമംഗലം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി എന്നിവിടങ്ങളിലേക്കുള്ള പാലിയേറ്റീവ് കെയർ വാഹനങ്ങളാണ് MP കൈമാറിയത്. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ കോവിഡ് പ്രതിരോധത്തിന് ഉപകരണങ്ങൾ വാങ്ങുന്നതിലേക്ക് അനുവദിച്ച 1.5 കോടി രൂപയിൽ ചിലവഴിക്കാൻ കഴിയാത്ത ബാക്കി തുക ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. ആരോഗ്യമേഖലയിൽ പൊതുജന പങ്കാളിത്തത്തോടെ കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. വളരെയധികം സന്തോഷവും അഭിമാനവുമുണ്ട്. എംപിയായി മാറിയതിനു ശേഷം MP ഫണ്ട് നിർവഹണത്തിന്റെ കാര്യത്തിൽ ആദ്യം ചെയ്യുന്ന ഒരു പദ്ധതിയായി ഇതിനെ കണക്കാക്കാവുന്നതാണ്. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഭാഷ് കടേക്കാടൻ അധ്യക്ഷത വഹിച്ചു. പായിപ്ര പഞ്ചായത്ത് പ്രസിഡന്റ് ആലീസ് K. ഏലിയാസ്, മുൻ MLA ജോണി നെല്ലൂർ, ബ്ലോക്ക് മെമ്പർ പായിപ്ര കൃഷ്ണൻ, സലീം ഹാജി, MP ഇബ്രാഹിം, MC വിനയൻ തുടങ്ങിയവർ പങ്കെടുത്തു. കോതമംഗലം ഗാന്ധി സ്ക്വയറിൽ വെച്ച് നടന്ന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ മഞ്ജു സിജു അധ്യക്ഷയായി. മുൻ MLA TU കുരുവിള, KP ബാബു, AG ജോർജ്, AB എബ്രഹാം, ഷമീർ പനക്കൽ, MK വേണു തുടങ്ങിയവർ പങ്കെടുത്തു. ചിന്നക്കനാലിൽ വ്യാജ പട്ടയമുണ്ടാക്കി സർക്കാർ ഭൂമി കൈവശപ്പെടുത്തുന്നതിന് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി. അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ തഹസിൽദാർക്ക് നിർദ്ദേശം നൽകിയെന്ന് സബ് കളക്ടർ പ്രേംകൃഷ്ണൻ പറഞ്ഞു. ഹിയറിംഗ് നടത്തി റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കുമെന്ന് ഉടുമ്പൻചോല തഹസിൽദാർ അറിയിച്ചു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന 5 ഏക്കറോളം സർക്കാർ ഭൂമിയാണ് ചിന്നക്കനാലിൽ വൻകിട കയ്യേറ്റക്കാർ വ്യാജ പട്ടയമുണ്ടാക്കി കൈവശപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഒരു ചെറിയ ഭാഗം മാത്രമാണ് റവന്യൂ സംഘം തിരിച്ചുപിടിച്ചത്. ഇത്തരം അനധികൃത കയ്യേറ്റങ്ങൾക്ക് ഉദ്യോഗസ്ഥ ഒത്താശയുണ്ടെന്ന ആരോപണം മുമ്പേ ഉയർന്നിരുന്നു. ഇതോടൊപ്പം തിരിച്ചുപിടിച്ച ഭൂമിക്ക് കയ്യേറ്റക്കാരനുണ്ടാക്കിയ വ്യാജ പട്ടയത്തിന് സ്കെച്ചടക്കം അനധികൃതമായി നിർമ്മിക്കുന്നതിന് സർവേ ഉദ്യോഗസ്ഥരടക്കം കൂട്ടുനിന്നായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കയ്യേറ്റങ്ങളിലെ ഉദ്യോഗസ്ഥ ബന്ധം അന്വേഷിക്കുവാൻ ദേവികുളം സബ് കളക്ടർ പ്രേംകൃഷ്ണൻ നിർദ്ദേശം നൽകിയത്. ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനിൽ നമുക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ചില ഉദ്യോഗസ്ഥർ ഇതിനകത്ത് ഈ പറയുന്ന വ്യാജരേഖകൾ ചമയ്ക്കാനോ അല്ലെങ്കിൽ സർവേ റിപ്പോർട്ടുകളിലൊക്കെ അല്ലെങ്കിൽ തെറ്റായ സർവേ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ പേരടക്കം ഈ പറയുന്ന റിപ്പോർട്ടിൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ 3 വ്യാജ പട്ടയങ്ങൾ എങ്ങനെ ഉണ്ടായെന്നുള്ളതിനെ പറ്റി അന്വേഷിക്കാനും അത് ക്യാൻസൽ ചെയ്യാനും തുടർ നടപടികൾ സ്വീകരിക്കാനും എല്ലാ തഹസിൽദാരോട് പറഞ്ഞിട്ടുണ്ട്. വ്യാജ പട്ടയത്തിന് പിന്നിൽ ഉദ്യോഗസ്ഥ ഇടപെടലാകും ആദ്യം അന്വേഷിക്കുക. ഉദ്യോഗസ്ഥരുടെ ഹിയറിംഗ് അടക്കം നടത്തി ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ഉടുമ്പൻചോല തഹസിൽദാർ നിജു കുര്യൻ വ്യക്തമാക്കി. കളക്ടറുടെ ഓർഡർ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് അനൂപ് എന്ന് പറയുന്ന ഒരു സർവേയർ രണ്ടാമതൊരു റിപ്പോർട്ട് കൊടുത്തതിനെക്കുറിച്ച് എൻക്വയറി നടത്തി റിപ്പോർട്ട് നൽകാനായിട്ട് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സർവേയർ ഇപ്പോഴേ കാസർഗോഡാണ് ജോലി ചെയ്ത് വരുന്നത്. അദ്ദേഹത്തിന് ഒരു നോട്ടീസ് കൊടുത്ത് അത് ഹിയർ ചെയ്തതിനു ശേഷം മാത്രമേ അതിനൊരു റിപ്പോർട്ട് നൽകാൻ സാധിക്കത്തുള്ളൂ. മൂന്നാറിലെയും ചിന്നക്കനാലിലെയും അനധികൃത കയ്യേറ്റങ്ങൾക്കും നിർമ്മാണങ്ങൾക്കുമെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകുവാനാണ് റവന്യൂ വകുപ്പിന്റെ തീരുമാനം. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അണക്കരയിൽ സത്യാഗ്രഹ സമരം നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോയി എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. 1964ലെയും 1993ലെയും ഭൂപതിവ് ചട്ടങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് ചെറുതോണിയിൽ നടക്കുന്ന റിലേ സത്യാഗ്രഹ സമരം 50 ദിവസം പിന്നിട്ടതിന്റെ ഭാഗമായാണ് ജില്ലയിലെ 6 കേന്ദ്രങ്ങളിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത്. അണക്കരയിൽ നടന്ന സത്യാഗ്രഹ സമരം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോയി എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. നിയമത്തിന്റെ കുരുക്കിൽപ്പെട്ടു എന്നൊക്കെ പറയാമെങ്കിൽ പോലും ഈ കാര്യത്തിൽ ഉറച്ച നിലപാടുകൾ സ്വീകരിക്കാനും മലയോര കർഷകരോടൊപ്പം നിൽക്കാനും കാലാകാലങ്ങളിൽ പലരും തയ്യാറായില്ല എന്ന ദുഃഖ സത്യമാണ് ഇന്നും കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ പിന്നിൽ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം ആന്റണി ആലഞ്ചേരി, കർഷക യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ഷാജി കാരിമുട്ടം, സംസ്ഥാന കമ്മിറ്റി അംഗം ബിനു ജോൺ ഇലവുംമൂട്ടിൽ,
ജില്ലാ സെക്രട്ടറി എം.എ. മാത്യു, നിയോജകമണ്ഡലം സെക്രട്ടറി ബിജു പോൾ, ജോസ് പുല്ലാനിമണ്ണിൽ, സണ്ണി കാരിമുട്ടം, അനീഷ് മങ്കാരത്തിൽ, മാത്യു ചെടിശ്ശേരിയിൽ, ബിജു മാത്യു, കെ.എം. ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട കേരള കോൺഗ്രസ് പ്രവർത്തകർ വിവിധ കേന്ദ്രങ്ങളിൽ ഏകദിന സത്യാഗ്രഹം നടത്തി. നെടുങ്കണ്ടത്ത് നടന്ന സമരം മുൻ എം.എൽ.എ. മാത്യു സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. 1964ലെയും 1993ലെയും ഭൂപതിവ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുക, ജില്ലയ്ക്ക് മാത്രമായുള്ള നിർമ്മാണ നിരോധനം പിൻവലിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള കോൺഗ്രസ് പ്രവർത്തകർ ചെറുതോണിയിൽ റിലേ സമരം നടത്തുന്നത്. ചെറുതോണിയിലെ സമരം 50 ദിവസം പിന്നിട്ടു. റിലേ സമരത്തിന് തുടർച്ചയായാണ് ജില്ലയിലെ 13 കേന്ദ്രങ്ങളിൽ ഏകദിന സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത്. നെടുങ്കണ്ടത്ത് നടന്ന സമരം മുൻ എം.എൽ.എ. മാത്യു സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് ഉടുമ്പൻചോല നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് തെക്കേൽ അധ്യക്ഷത വഹിച്ചു. ജോസ് പൊട്ടംപ്ലാക്കൽ, ബേബി പതിപ്പള്ളിയിൽ, എം.ജെ. കുര്യൻ, ജോർജ് ഇടപ്പള്ളിക്കുന്നേൽ തുടങ്ങിയവർ സത്യാഗ്രഹം അനുഷ്ഠിച്ചു. കെ.പി.സി.സി ജനറൽ സെക്രട്ടറി എം.എൻ. ഗോപി, ജി. മുരളീധരൻ, എം.എസ്. ഷാജി, റജി പനച്ചിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മുകേഷ് മോഹനൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിദഗ്ധ പരിശീലനം ലഭിച്ച സന്നദ്ധ പ്രവർത്തകരാണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി കേരളത്തിന് ആവശ്യമുള്ളതെന്ന പ്രശസ്ത സിനിമാ സംവിധായകൻ മേജർ രവി. ഡീൻ കുര്യാക്കോസ് എം.പിയുടെ നേതൃത്വത്തിലുള്ള ഇടുക്കി ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ 7 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും വിദഗ്ധ പരിശീലനം നൽകിക്കൊണ്ടാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമിനെ സജ്ജമാക്കുന്നത്. മേജർ രവി സംഘടനയുടെ മുഖ്യ രക്ഷാധികാരിയായിരിക്കും. ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുള്ള 250 അംഗങ്ങളെ ഉൾപ്പെടുത്തി ആദ്യഘട്ട പരിശീലനം നൽകും. തുടർന്ന് 7 അസംബ്ലി മണ്ഡലങ്ങളിലും സേനയുടെ യൂണിറ്റുകൾ ആരംഭിക്കും. പഞ്ചായത്ത് തലത്തിലുള്ള യൂണിറ്റുകൾ നിലവിൽ വരുന്നതോടെ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ പ്രദേശങ്ങളിലും സേവന സന്നദ്ധരായ സേനാംഗങ്ങൾ സജ്ജരാകുമെന്നും എം.പി. പറഞ്ഞു. രക്തദാനം ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഇടുക്കി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമിലൂടെ ലഭ്യമാക്കും. അപ്പോൾ ഒരു ദുരന്തമുണ്ടായാൽ എവിടെ വേണമെങ്കിലും ആളെ എത്തിക്കാൻ, മറ്റ് സാങ്കേതിക സൗകര്യങ്ങൾ, സാങ്കേതികപരമായിട്ടുള്ള സഹായങ്ങൾ എത്തിക്കാൻ, ഈ ദുരന്തത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള സോഷ്യൽ സാമൂഹിക തരത്തിൽ ഒരാൾ ഇടപെടേണ്ടതായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ആവശ്യമുള്ളിടത്ത് അത് അറിയിക്കാൻ ഒക്കെ തന്നെ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മൊബൈൽ പ്ലേ സ്റ്റോറിൽ നിന്നും അത് എടുത്ത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്ന തരത്തിലാണ് നമ്മൾ ഇവിടെ ക്രമീകരിക്കുന്നത്. ചടങ്ങിൽ ഡീൻ കുര്യാക്കോസ് എം.പി. അധ്യക്ഷത വഹിച്ചു. പാർലമെന്റ് മണ്ഡലം ചീഫ് കോർഡിനേറ്റർ ജോൺസൺ മാമലശ്ശേരി, കോർഡിനേറ്റർ എൽദോ ബാബു വട്ടക്കാവിൽ, സലിംകുട്ടി, ഹെൻറി ബേബി ജോസ് എന്നിവർ പ്രസംഗിച്ചു. ഹെൻറി ടെക് കമ്പനി തയ്യാറാക്കിയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ സേനയിൽ അംഗമാകുന്നതിനും നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനും സാധിക്കും. പ്രധാനമായും ലൈഫ് സേവർ ട്രെയിനിംഗ്, CPR, സ്വിമ്മിംഗ്, ലൈഫ് ഗാർഡ് ട്രെയിനിംഗ്, എൻവയോൺമെന്റ് സ്റ്റഡി, ഡിസാസ്റ്റർ ട്രെയിനിംഗ്, അഡ്വഞ്ചർ സ്പോർട്സ് തുടങ്ങിയവയാണ് ആദ്യഘട്ട പരിശീലനത്തിൽ ഉൾപ്പെടുത്തുന്നത്. നാടക് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. നർത്തകൻ RLV രാമകൃഷ്ണനെ അപമാനിച്ച സംഗീത നാടക അക്കാദമി ഭാരവാഹികളെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ കൂട്ടായ്മ. കേരള സംഗീത നാടക അക്കാദമി നടത്തുന്ന സ്വർഗഭൂമിക എന്ന പരിപാടിയിലാണ് കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ RLV രാമകൃഷ്ണന് അവസരം നിഷേധിച്ചത്. ഇതേ പരിപാടിയിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കുവാനാണ് RLV രാമകൃഷ്ണൻ താൽപര്യം അറിയിച്ചത്. എന്നാൽ ഭാരവാഹികൾ അവസരം നിഷേധിക്കുകയായിരുന്നു. തുടർന്നുള്ള മനോവിഷമത്തിൽ അദ്ദേഹം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഈ സംഭവത്തിൽ വിശദ അന്വേഷണം ആവശ്യപ്പെട്ട് തൃശൂരിലെ സംഗീത നാടക അക്കാദമിയുടെ മുൻപിൽ നാടക് സംഘടന അനിശ്ചിതകാല സമരവും ആരംഭിച്ചിരുന്നു. ഈ സമരത്തിന് ഐക്യദാർഢ്യം അറിയിച്ചാണ് നാടക് ഇടുക്കി ജില്ലാ കമ്മിറ്റി കട്ടപ്പനയിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഗാന്ധി സ്ക്വയറിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ചലച്ചിത്ര താരം അംബി നീനാസം ഉദ്ഘാടനം ചെയ്തു. എന്തുമാവട്ടെ, അദ്ദേഹം ഒരു പുരുഷനോ സ്ത്രീയോ എന്നുള്ളതല്ല, കലയെന്ന് പറയുന്നത് ആർക്കും ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ അക്കാഡമിക്കിൽ പഠിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയാണ് അക്കാഡമിയിലെ സെക്രട്ടറിയും അതുപോലെ തന്നെ ചെയർപേഴ്സണും ചോദ്യം ചെയ്തിരിക്കുന്നത്. ആണുങ്ങൾക്ക് മോഹിനിയാട്ടം പാടില്ല, അങ്ങനെ ഒരു നിയമത്തിലും എവിടെയും പറയുന്നില്ല. ഒരു കലയും ഇന്നയാൾക്കേ പഠിക്കാമോ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ശ്രീ RLV രാമകൃഷ്ണൻ മാനസികമായി തകർന്നുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയത്. അതിന്റെ പിന്നിൽ ഇത്രയേ ഉള്ളൂ. കലയെന്ന് പറയുന്നത് കലാകാരന്മാരെ സഹായിക്കേണ്ട അക്കാദമികളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ വീഴ്ചയുണ്ടാകുന്നത് അപമാനകരമാണ്. അക്കാദമിയുടെ തലപ്പത്ത് മാടമ്പി മനോഭാവത്തോടെയിരിക്കുന്ന ഉദ്യോഗസ്ഥർ രാജിവെക്കണമെന്നും നാടക് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കലാകാര ദ്രോഹ നടപടി ചെയ്യുന്ന അക്കാദമികൾ, അത് സംഗീത നാടക അക്കാദമി ആകട്ടെ, ഏത് അക്കാദമിയുമാകട്ടെ, അത് LDF ആകട്ടെ, UDF ആകട്ടെ, ഏത് സർക്കാർ സ്ഥാപിച്ചതുമാകട്ടെ,
ഈ രാജ്യത്തെ കലാകാരന്മാരെ സംരക്ഷിക്കേണ്ട അക്കാദമികളുടെ കലാകാരദ്രോഹ നടപടികൾ പ്രതിഷേധിച്ച് കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ തൃശ്ശൂരിൽ സംഗീത നാടക അക്കാദമിയുടെ കോമ്പൗണ്ടിൽ കേരളത്തിലെ നാടക പ്രവർത്തകരുടെ നേതൃസംഘടനയായ നാടകിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ അനിശ്ചിതകാല സമരം നടക്കുകയാണ്. ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇടുക്കിയിലെ നാടക എന്ന സംഘടനയുടെ പ്രവർത്തകർ ഇന്നിവിടെ പ്രതിഷേധ സമരം നടത്തുന്നത്. ഭാരവാഹികളായ കാഞ്ചിയാർ രാജൻ, ഇ ജെ ജോസഫ്, ആർ മുരളീധരൻ എന്നിവർ സംസാരിച്ചു. വാഴവര അർബൻ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയോളം ഡോക്ടർ ഇല്ലാതിരുന്നതിന് പരിഹാരമായി. പുതിയ ഡോക്ടറുടെ സേവനം ബുധനാഴ്ച മുതൽ ലഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കട്ടപ്പന നഗരസഭ 1-ാം വാർഡിൽ വാഴവരയിൽ സ്ഥിതി ചെയ്യുന്ന അർബൻ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഒരാഴ്ചയായി ഡോക്ടറുടെ സേവനം ലഭിച്ചിരുന്നില്ല. ഇത് ഈ മേഖലയിലെ ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിലാക്കി. ഇതേ തുടർന്നാണ് പുതിയ ഡോക്ടറെ നിയമിക്കാൻ തീരുമാനമായത്. ബുധനാഴ്ച മുതൽ പുതിയ ഡോക്ടറുടെ സേവനം ആശുപത്രിയിൽ ലഭ്യമാകുമെന്ന് നഗരസഭാ കൌൺസിലർ ബെന്നി കുര്യൻ പറഞ്ഞു. അർബൻ PHS സംബന്ധിച്ചോളം ഒരാഴ്ചയായിട്ട് ഡോക്ടർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ വരുന്ന ജനങ്ങൾക്ക് വലിയ ഒരു ദുരിതം തന്നെയായിരുന്നു. ആ ദുരിതത്തിന് ഒരു പരിഹാരമെന്ന നിലയിൽ നാളെ മുതൽ നമുക്ക് നമ്മുടെ PHSയിലേക്ക് ഒരു ഡോക്ടർ സ്ഥിരമായി ചെമ്പപ്പാറയിൽ നിന്ന് മറ്റൊരു ഡോക്ടർ എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് DMO ഓഫീസിൽ പോയി ജോയിൻ ചെയ്തിട്ട് നാളെ തൊട്ട് ഇവിടെ എത്താമെന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹെൽത്ത് മിഷനിൽ നിന്നും മുനിസിപ്പാലിറ്റിയൊക്കെ കൂടി നമ്മുടെ ആശുപത്രിയെ കൂടുതൽ സൗകര്യങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളതിൻ്റെ ഒരു നല്ല സൂചനകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഏതാനും ദിവസങ്ങൾക്കകം നമ്മുടെ വാഴവര അർബൻ PHCയിൽ പ്രതിരോധ കുത്തിവയ്പ് ഇമ്മ്യൂണൈസേഷൻ നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ തന്നെ അത് ആരംഭിക്കുന്നതാണ്. ആശുപത്രിയിൽ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുന്നതിനുള്ള സംവിധാനവും 2 ആഴ്ചക്കുള്ളിൽ ആരംഭിക്കും. ഇതോടൊപ്പം ഇനി മുതൽ OP ചീട്ട് സൗജന്യമായി നൽകുന്നതിനും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ കാര്യാലയത്തിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. 3000-ലധികം വരുന്ന അധ്യാപകരുടെ നിയമന അംഗീകാരവും മുടങ്ങിയ ശമ്പളവും നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. ഇടുക്കി രൂപത വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിലെ അധ്യാപകരുടെ സംഘടനയാണ് കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ ഓഫീസ് പ്രവർത്തിക്കുന്ന മിനി സിവിൽ സ്റ്റേഷന്റെ മുൻപിൽ നടന്ന സമരം രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ജോർജ് തകടിയേൽ ഉദ്ഘാടനം ചെയ്തു. മാറി മാറി വരുന്ന സർക്കാരുകൾ പുതിയ പരിഷ്കാരങ്ങൾ വരുത്തുമ്പോഴും അധ്യാപകരുടെ ശമ്പളം പോലും നൽകാത്തത് പ്രതിഷേധാർഹമാണെന്ന് ഫാദർ ജോർജ് തകടിയേൽ പറഞ്ഞു. സ്വകാര്യ മേഖലയെ പൂർണ്ണമായിട്ടും അവഗണിക്കുന്ന ഒരു നിലപാടാണ് ഗവൺമെന്റ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 5 വർഷത്തോളമായിട്ട് നിയമനാംഗീകാരം ലഭിക്കാത്ത 3500ഓളം അധ്യാപകർ കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇടുക്കി രൂപതയുടെ കീഴിലുള്ള വിദ്യാലയങ്ങളിൽ തന്നെ 250ഓളം അധ്യാപകർ ശമ്പളം ലഭിക്കാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ടീച്ചേഴ്സ് ഗിൽഡ് ഉയർത്തിപ്പിടിക്കുന്ന ആവശ്യങ്ങൾ അധ്യാപക നിയമനങ്ങൾ അംഗീകരിക്കുക, കഴിഞ്ഞ 5 വർഷമായിട്ട് നടപ്പാക്കാതിരിക്കുന്ന അധ്യാപക നിയമനങ്ങൾ അംഗീകരിച്ച് ഈ കോവിഡ് കാലത്ത് അധ്യാപകർക്ക് ശമ്പളം ലഭിക്കുവാനും അവരുടെ കുടുംബങ്ങളെ സുസ്ഥിരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഈ സത്യാഗ്രഹം ഇവിടെ ആരംഭിക്കുക. 2014-2016 വർഷങ്ങളിൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി നിയമനം ലഭിച്ച 3000-ലധികം വരുന്ന അധ്യാപകരുടെ നിയമന അംഗീകാരവും മുടങ്ങിയ ശമ്പളവും നൽകണമെന്ന ആവശ്യമുന്നയിച്ചാണ് ധർണ നടത്തിയത്. ഒരു കുട്ടിയുടെ കുറവ് കൊണ്ട് തന്നെ കഴിഞ്ഞ 6 വർഷമായിട്ട് അധ്യാപകർക്ക് അംഗീകാരമോ ശമ്പളമോ ലഭിക്കുന്നില്ലാത്ത സാഹചര്യവുമുണ്ട്. കൂടാതെ ന്യൂനപക്ഷ അവകാശങ്ങളെ നിരവധിയായിട്ടുള്ള ഉത്തരവുകൾ കൊണ്ട് ധ്വംസിക്കുന്ന സാഹചര്യവുമാണുള്ളത്. ഇതിനെതിരെയുള്ള പ്രതിഷേധമായിട്ടാണ് ഈ സമരപരിപാടികളുമായിട്ട് കേരള കത്തോലിക്ക അധ്യാപക സംഘടന കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് മുന്നോട്ട് പോകുന്നത്. ഈ സമരപരിപാടിയിലേക്ക് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തിയ ധർണയിൽ കാത്തലിക് ഗിൽഡ് ഭാരവാഹികളായ ബിനോയ് മഠത്തിൽ, ജിജി കൂട്ടുങ്കൽ, സിബി വലിയമറ്റം, ജോർജ് കുട്ടി MV എന്നിവർ പങ്കെടുത്തു. പൊതുവിദ്യാഭ്യാസ മേഖല സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാന പ്രഖ്യാപനത്തിന്റെ ഭാഗമായി വാഴവര ഗവൺമെന്റ് സ്കൂളിൽ പ്രാദേശികതല പ്രഖ്യാപനം നടന്നു. കട്ടപ്പന നഗരസഭാ കൌൺസിലർ ബെന്നി കുര്യൻ ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ രംഗത്ത് സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായി കേരളം മാറിയതിനൊപ്പം ഇടുക്കി ജില്ലയിലെ 240 സ്കൂളുകളും ഹൈടെക്കായി മാറി. ഇടുക്കി ജില്ലയിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, VHSC വിഭാഗങ്ങളിൽ ജില്ലയിലാകെയുള്ള 240 സ്കൂളുകളും ഹൈടെക്കായി. 133 സർക്കാർ സ്കൂളുകളും 170 എയ്ഡഡ് സ്കൂളുകളും ഇതിൽപ്പെടും. നമ്മുടെ വാഴവര സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 4-5 വർഷങ്ങൾ കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ, ക്ലാസ് റൂം ഹൈടെക്കായി എന്നുള്ളതിന് ഉപരിയായി സ്കൂളിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചു. അതിൽ പ്രധാനമായിട്ടുള്ളത് നമുക്കറിയാം, ഏകദേശം സ്കൂളിന് തന്നെ ഒരു 50 ലക്ഷം രൂപയോളം
കെട്ടിടം കൂടാതെ വികസന പ്രവർത്തനങ്ങൾക്കായി നഗരസഭയിൽ നല്ല സർക്കാർ തലത്തിൽ നമുക്ക് കിട്ടി. തന്നെയല്ല, നമുക്ക് കഴിഞ്ഞ വർഷം 2019 ജനുവരിയിൽ നമ്മുടെ ഒരു പുതിയ സ്കൂൾ മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് സന്തോഷകരമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ അടിസ്ഥാനം നമുക്ക് സ്കൂൾ ബസ്സായി. ഇപ്പോൾ ഇത് കഴിഞ്ഞ മാസം നമുക്ക് സ്കൂളിന് കോമ്പൗണ്ട് വാൾ തീർന്നിട്ടുണ്ട്. ഇപ്പോൾ കട്ടപ്പന സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് സ്കൂളിന് വേണ്ടി ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് പണിതുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ കഴിഞ്ഞ 3-4 വർഷങ്ങൾ കൊണ്ട് സ്കൂളിന് വളരെയേറെ അടിസ്ഥാന കാര്യങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയെന്നുള്ളത് നമുക്കെല്ലാം അഭിമാനകരമായ ഒരു കാര്യമാണ്. വാഴവര ഗവൺമെന്റ് സ്കൂളിൽ നടന്ന യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ സുധന്ദ്ര സെൽവി മുഖ്യപ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് സജീവ് MP തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചിയാർ കിഴക്കേ മാട്ടുകെട്ടയിൽ സാംസ്കാരിക നിലയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VR ശശി ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങളെല്ലാം ഒരു സ്വപ്നമാണ്, ആ സ്വപ്നം പൂർണ്ണീയ എന്നുള്ളതാണ് ഭരണാധികാരികൾ എന്നാൽ ഞങ്ങളുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വത്തിൽ നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ എന്നും ഇവിടെ ഒരു കമ്മ്യൂണിറ്റി എല്ലാ പ്രാവശ്യവും പദ്ധതി ഫണ്ട് വീതിക്കും പറയും, എനിക്ക് കമ്മ്യൂണിറ്റി കാർഡൊന്നും വേണം, എനിക്ക് കമ്മ്യൂണിറ്റി കാർഡ് വേണം. അപ്പോൾ നമ്മളെല്ലാവരും കൂടി തീരുമാനിച്ചു, നമ്മുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് അതിനാവശ്യമായ പണം മാറ്റിവെക്കണം, അതിനാവശ്യമായ നിർമ്മാണ ജോലികൾ ആരംഭിക്കണം എന്ന സ്വപ്നമാണ് ഇന്നിവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. കാഞ്ചിയാർ കിഴക്കേ മാട്ടുകെട്ട നിവാസികളുടെ ദീർഘനാളത്തെ ആഗ്രഹമാണ് സഫലമാകുന്നത്. വെട്ടുകാട്ടിൽ ദീപുവിന്റെ പിതാവിന്റെ ഓർമ്മയ്ക്കായി സൗജന്യമായി നൽകിയ സ്ഥലത്താണ് സാംസ്കാരിക നിലയം നിർമ്മിക്കുന്നത്. 12 ലക്ഷം രൂപ വകയിരുത്തിയാണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിൽ സാംസ്കാരിക നിലയം നിർമ്മിക്കുന്നത്. വൈദ്യുതി വകുപ്പ് മന്ത്രി M. M. മണിയുടെയും ഇടുക്കി MLA റോഷി അഗസ്റ്റിന്റെയും അഭാവത്തിൽ തികച്ചും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. ഉദ്ഘാടന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജലജ വിനോദ്, ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ചു നൽകുന്ന ക്ലാസ് മുറികളുടെ ശിലാസ്ഥാപനം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയങ്ങളിൽ അടിസ്ഥാന സൗകര്യമൊരുക്കിയാൽ വിദ്യാഭ്യാസത്തിന്റെ പകുതി പൂർത്തീകരണമാകുമെന്ന് കൊച്ചുത്രേസ്യ പൗലോസ് പറഞ്ഞു. രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ചു നൽകുന്ന ക്ലാസ് മുറികളുടെ ശിലാസ്ഥാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. അടിസ്ഥാന സൗകര്യം ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ 50%, പിന്നെ അടുത്ത 50% ആണ് ഞാൻ സൂചിപ്പിക്കാറുള്ളതുപോലെ രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും. സ്കൂളിന്റെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിച്ചു കഴിയുമ്പോൾ നമ്മുടെ കുട്ടികൾ നന്നായി പഠിക്കാനും അവരെ നന്നായി ശ്രദ്ധിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. 25 ലക്ഷം രൂപയാണ് ക്ലാസ് മുറികളുടെ നിർമ്മാണത്തിനായി ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റജി പനച്ചിക്കൽ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ പ്രിൻസിപ്പൽ ബിനോയ് M. ജോൺ, SMC ചെയർമാനും വാർഡ് മെമ്പറുമായ KK രാജൻ, PTA വൈസ് പ്രസിഡന്റ് സ്റ്റാലിൻ മാർക്കോസ്, MPTA പ്രസിഡന്റ് മിനി ബേബി എന്നിവർ സംസാരിച്ചു. ഏലപ്പാറയിലും പരിസര പ്രദേശങ്ങളിലും തെരുവ് നായശല്യം രൂക്ഷമാകുന്നു. കൂട്ടമായി അലഞ്ഞുതിരിയുന്ന നായ്ക്കൾ കാൽനടയാത്രക്കാർക്ക് വലിയ ഭീഷണിയാണ്. തെരുവ് നായശല്യം വർദ്ധിച്ച സാഹചര്യത്തിൽ പഞ്ചായത്ത് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഏലപ്പാറ നഗരത്തിലും തോട്ടം മേഖലകൾ കേന്ദ്രീകരിച്ചുമാണ് നായ്ശല്യം രൂക്ഷമാകുന്നത്. കൂട്ടമായി അലഞ്ഞുതിരിയുന്ന നായകൾ ആക്രമണകാരികളാകുന്നത് ഭീഷണി സൃഷ്ടിക്കുകയാണ്. ചെമ്മണ്ണ, തണ്ണിക്കാനം, കോഴിക്കാനം എന്നിവിടങ്ങളിൽ നായ്ശല്യം രൂക്ഷമായി കഴിഞ്ഞു. സമീപ ദിവസങ്ങളിലായി നിരവധി ആളുകൾക്കാണ് തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. സ്കൂളുകൾ അടഞ്ഞുകിടക്കുന്നതിനാൽ രാത്രികാലങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ ഇവ കൂട്ടം കൂടും. ഏലപ്പാറയിൽ നിന്നും വില്ലേജ് ഓഫീസിലേക്കുള്ള റോഡിലും മാർക്കറ്റ് റോഡിലുമൊക്കെയായി നിരവധി തെരുവു നായ്ക്കളാണ് അലഞ്ഞുതിരിയുന്നത്. ഈ തെരുവു നായ്ക്കളെ പിടിക്കുന്നതിനോ അതിനെ വന്ധ്യംകരണം ചെയ്ത് വിടുന്നതിനോ പഞ്ചായത്തിൽ നിന്നോ മറ്റേ ഒരിടത്തു നിന്നും യാതൊരു നിലപാട് സ്വീകരിക്കാത്ത ഒരു സാഹചര്യമാണ്. ഏലപ്പാറയിൽ തന്നെ ഈ തെരുവായ നായ്ക്കളുടെ ശല്യം കാരണം മാർക്കറ്റ് റോട്ടിൽ ആൾക്കാരെ ഓടിക്കുകയും നായ്ക്കൾ, അതുപോലെ കോഴിക്കാനത്ത് 2 പേരെ ഈ തെരുവ് കടിക്കുകയും അതുപോലെ ചെമ്മണ്ണിൽ 2 പേരെ കടിക്കുകയും തണ്ണിക്കാനത്ത് 3 പേരെ കടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കടി കൊള്ളുന്നവർക്ക് കൃത്യമായ ചികിത്സ ലഭിക്കാൻ ഏലപ്പാറ ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ അതോ പീരുമേട് ഹോസ്പിറ്റലിലോ യാതൊരു സജ്ജീകരണങ്ങളുമില്ല. നിലവിൽ അവരെ കോട്ടയം കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമാണ് വരുന്നത്. നായയുടെ ആക്രമണമേറ്റാൽ വിദഗ്ധ ചികിത്സ ലഭിക്കണമെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെത്തണം. അവധി ദിവസങ്ങളിൽ അപകടം സംഭവിച്ചാൽ ഏലപ്പാറയിലെ സർക്കാർ ആശുപത്രിയിൽ നിന്നും പ്രാഥമിക ചികിത്സ പോലും ലഭിക്കില്ല. നായ്ക്കളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ വന്ധ്യംകരണം നടത്താൻ നേരത്തെ പഞ്ചായത്ത് ലക്ഷ്യമിട്ടിരുന്നു. എന്നാൽ ഇത് നടക്കാതായതോടെ നായ്ക്കളുടെ എണ്ണം വലിയ തോതിൽ പെരുകുകയാണ്. പൊതുജനങ്ങൾക്ക് ഭീഷണിയായി മാറിയ തെരുവ് നായ്ശല്യം പരിഹരിക്കാൻ പഞ്ചായത്ത് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇനി നേർക്കാഴ്ചയിലേക്ക്.
നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട. വീടിന്റെ ടെറസിന് മുകളിൽ ഉപയോഗശൂന്യമായ കുപ്പികൾ കൊണ്ട് യൂട്യൂബ് ലോഗോ നിർമ്മിച്ച് വിസ്മയം സൃഷ്ടിക്കുകയാണ് കാഞ്ചിയാർ സ്വരാജ് സ്വദേശികളായ 3 സഹോദരങ്ങൾ. ലോക്ക്ഡൌൺ കാലത്ത് വീടുകളിൽ മാത്രമായിരുന്ന സമയത്ത് തോന്നിയ ചിന്തയിൽ നിന്നാണ് ഇത്തരത്തിലൊരു ആശയമുണ്ടായത്. സ്വന്തമായുള്ള യൂട്യൂബ് ചാനലിന് വേണ്ടിയാണ് വ്യത്യസ്തമായ ആശയത്തിലൂടെ ഇവർ ലോഗോ നിർമ്മിച്ചത്. ഉപയോഗശൂന്യമായി നാം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് യൂട്യൂബ് ലോഗോ നിർമ്മിച്ച ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് സഹോദരങ്ങളായ സ്വരാജ, ചക്കാറയിൽ റോയി, റെനി ദമ്പതികളുടെ മക്കളായ ആൽബിൻ, സൈനു, ആഷ്ലി എന്നിവർ. നിത്യജീവിതത്തിൽ നാം ഉപയോഗിച്ച വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിച്ചാണ് വീടിന്റെ ടെറസിന് മുകളിൽ യൂട്യൂബ് ലോഗോയുടെ മോഡൽ ഇവർ നിർമ്മിച്ചത്. ഏകദേശം 7000-ഓളം കുപ്പികളും 5 ലിറ്റർ പെയിന്റും ഇതിനായി വേണ്ടി വന്നു. Listen to my beats. Kick that bass. Yes, yes, here we go. ലോക്ക്ഡൌൺ കാലത്ത് വീടുകളിൽ മാത്രമായിരുന്ന സമയങ്ങളിൽ തോന്നിയ ചിന്തയിൽ നിന്നാണ് ഇത്തരത്തിലൊരാശയം ഉരുത്തിരിഞ്ഞത്. അച്ഛൻ റോയിയുടെയും അമ്മ റിനിയുടെയും കൂടെ പിന്തുണ ലഭിച്ചതോടെ ഇവർക്ക് കൂടുതൽ ആവേശമായി. ലോഗോ നിർമ്മാണത്തിനായുള്ള അവശ്യവസ്തുക്കളുടെ ശേഖരണത്തിനായി ഏകദേശം 1 മാസത്തോളം സമയമെടുത്തതായും വ്യത്യസ്തമായ ആശയത്തിലൂടെ എങ്ങനെ കൗതുകം സൃഷ്ടിക്കാം എന്നതുമാണ് ഈ വലിയ ലോഗോയുടെ നിർമ്മാണത്തിന് പിന്നിലെന്നും മക്കളിലൊരാളായ ആൽബിൻ പറയുന്നു. പ്രചോദനം എന്ന് വെച്ചാൽ ഞങ്ങൾ മെയിൻലി യൂട്യൂബിന് വേണ്ടി തന്നെ ഒരു വെറൈറ്റി ആയിട്ട് ഞങ്ങൾ എന്തെങ്കിലും അങ്ങനെ ആലോചിച്ച് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടിയാണ് മെയിൻലി ഞങ്ങൾ ചെയ്തത്. പിന്നെ ഞങ്ങൾ ഓർത്തു ഇത് ആരും ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അപ്പം ഞാനും എൻ്റെ ചേട്ടനും മെയിൻലി ഇത് മാസ്റ്റർ ബ്രെയിൻ ചെയ്ത് പിന്നെ ഇവിടുത്തെ കമ്മ്യൂണിറ്റിയും ഫാമിലി എല്ലാം കട്ട സപ്പോർട്ട് തന്നുകൊണ്ട് നമ്മൾ നേരിട്ട് തന്നെ ഇതങ്ങ് ഉണ്ടാക്കി. ആകെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കുപ്പി എങ്ങനെ ഒപ്പിക്കും, കുപ്പിയുടെ അതാണ് ഞങ്ങൾക്ക് മെയിൻലി ഒരു അത്രയും കുപ്പി എങ്ങനെ ഒപ്പിക്കും എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. സ്വന്തമായുള്ള യൂട്യൂബ് ചാനലിനു വേണ്ടിയാണ് ഇവർ ഈ ലോഗോ നിർമ്മിച്ചത്. മക്കളുടെ ഈ വ്യത്യസ്തമായ ആശയത്തെ വളരെ കൗതുകത്തോടെയും അവർക്ക് പൂർണ്ണ പിന്തുണയുമായാണ് അച്ഛൻ റോയി നോക്കിക്കാണുന്നത്. എനിക്ക് തോന്നി അത് ഞാൻ പ്രോത്സാഹിപ്പിച്ചത് മാതാപിതാക്കളെന്ന ഇത് ഞങ്ങൾക്ക് ചെയ്യേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു. ഇവരുടെ ഈ ലോഗോ നിർമ്മാണത്തിന് പൂർണ്ണ പിന്തുണയുമായി നാട്ടുകാരടക്കം എല്ലാവരും കൂടെയുണ്ട്. പ്ലാസ്റ്റിക് നമ്മുടെ പ്രകൃതിയെ മലിനമാക്കുന്ന സാഹചര്യത്തിൽ ഉപയോഗത്തിന് ശേഷം ഇവ റീസൈക്കിൾ ചെയ്യാനാണ് ഇവരുടെ തീരുമാനം. കൂട്ടുകാരായ ദേവനന്ദ്, ദത്തൻ, ഗോവിന്ദ്, ആദിത്യൻ, ദേവപ്രഭ, നന്ദു, ജൂബിൻ, ലക്ഷ്മി, അഭിജിത്ത് തുടങ്ങിയവരും ആൽബിന്റെയും സഹോദരങ്ങളുടെയും സഹായത്തിനായി ഒപ്പമുണ്ടായിരുന്നു. അടുത്തതായി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കുക എന്നതാണ് ഇവരുടെ അടുത്ത ലക്ഷ്യം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട. പുറ്റടി സ്പൈസസ് പാർക്കിൽ നടന്ന വണ്ടൻമേട് മാസ് എന്റർപ്രൈസസ് ഏലക്കാലയിലെ വിവരം. ആകെലോട്ട് 257, വിൽപ്പനയ്ക്ക് വന്നത് 65,651, വിൽപ്പന നടന്നത് 57,820, കൂടിയ വില 2,406, ശരാശരി വില 1,466. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 315 രൂപ, ഏലം കൂടിയ വില 1,450, ഏലം ശരാശരി വില 1,300, കാപ്പിപ്പരിപ്പ് 122, ഗ്രാമ്പൂ 500, കൊക്കോ 30, റബ്ബർ 120. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 4,725 രൂപ, വെള്ളി 62.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. 69 years of service. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈനിങ്ങിന്റെ പ്രൗഢി ഗായത്രി ഡിസൈൻസ്. Ladies wear, gents wear and kids wear in all categories. Gayatri Designs Wedding Center, Kattapana, Todupuzha. ചെറുതോണിയിൽ പെരിയാറിന് കുറുകെയുള്ള പുതിയ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയും മുഖ്യമന്ത്രി പിണറായി വിജയനും വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചു. 24 കോടി മുതൽ മുടക്കി നിർമ്മിക്കുന്ന പാലം ഭാവിയിലെ ഏത് പ്രളയത്തെയും അതിജീവിക്കുന്നത്. 18 മാസത്തിനുള്ളിൽ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകും. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 2391 അടി പിന്നിട്ടതോടെ ആദ്യ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ജലനിരപ്പ് 2398.85 അടിയിലെത്തിയാൽ അണക്കെട്ട് തുറക്കും. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 5 നിയോജക മണ്ഡലങ്ങളിലും സത്യാഗ്രഹ സമരം നടന്നു. സ്വർണ്ണ കള്ളക്കടത്തുകാർക്ക് വേണ്ടി നിയമ ഭേദഗതി വരുത്തുന്ന പിണറായി സർക്കാർ കർഷകരെ സഹായിക്കുന്നതിനായി ഒന്നും ചെയ്യുന്നില്ലെന്ന മുൻ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ. കോവിഡ് നിയന്ത്രണങ്ങൾ കാറ്റിൽ പറത്തി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിലാളികളെ കൂട്ടത്തോടെ അനധികൃതമായി കേരളത്തിലേക്ക് എത്തിക്കുന്ന സംഘങ്ങൾ സജീവം. ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ടൂറിസ്റ്റ് ബസ്സുകളിൽ കൊണ്ടുവരുന്നത് പ്രതിദിനം 100 കണക്കിന് തൊഴിലാളികളെ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.